ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. രാജ്യത്ത് മറ്റ് 4 മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 ആം ആദ്മിക്ക് വിജയം. ഓരോ സീറ്റ് വീതം നേടി BJPയും തൃണമൂൽ കോൺഗ്രസും. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷം നാളെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. മിസൈൽ ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രയേലും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനുള്ള നീക്കത്തിൽ ആശങ്കയിലായി ആഗോള ഊർജ്ജ സുരക്ഷാ മേഖല. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏകീകൃത പെൻഷൻ പദ്ധതി പ്രകാരം ഓപ്ഷൻ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 30 വരെ നീട്ടി. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പോൾ ചെയ്ത 1,75,989 വോട്ടിൽ ഷൌക്കത്തിന് 77,737 വോട്ട് ലഭിച്ചു. LDF സ്ഥാനാർത്ഥി M സ്വരാജിന് 66,660 വോട്ടും കക്ഷിരഹിത സ്ഥാനാർത്ഥി PV അൻവറിന് 19,760 വോട്ടും ലഭിച്ചു. 8,648 വോട്ടാണ് NDAയുടെ മോഹൻ ജോർജ് നേടിയത്. ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിലെ വിജയത്തിലൂടെ ദൃശ്യമായതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം ടീം UDFന്റെ വിജയമാണെന്നും സർക്കാരിനെതിരായ ജനവിധിയാണ് നിലമ്പൂരിലുണ്ടായതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പിണറായിസത്തിനെതിരായ വോട്ടാണ് തനിക്ക് ലഭിച്ചതെന്ന് കക്ഷിരഹിത സ്ഥാനാർത്ഥി PV അൻവർ പ്രതികരിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു എന്ന ആരോപണം തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വർഗീയ ശക്തികളുടെ പിന്തുണ കൊണ്ടാണ് നിലമ്പൂരിൽ UDF വിജയിച്ചതെന്ന് ശ്രീ MV ഗോവിന്ദൻ ആരോപിച്ചു. അതേസമയം ഉപതെരഞ്ഞെടുപ്പ് ഫലം UDFന്റെ വിജയമായി കണക്കാക്കാനാകില്ലെന്നും LDFന്റെയും UDFന്റെയും വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായതായും NDAയുടെ വോട്ടിംഗിൽ വർധനയുണ്ടായതായും BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. ഒരൊറ്റ ലക്ഷ്യത്തിനായി സമർപ്പണത്തോടെയുള്ള UDFന്റെ പ്രവർത്തന ഫലമാണ് നിലമ്പൂരിലെ വിജയമെന്ന് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അഭിപ്രായപ്പെട്ടു. എന്നാൽ മണ്ഡലത്തിലെ BJP വോട്ടുകൾ വർദ്ധിപ്പിക്കാനായെന്നും ദേശവിരുദ്ധ ശക്തികളെ പ്രീണിപ്പിക്കുന്ന രാഷ്ട്രീയം തുറന്നുകാട്ടാൻ NDAയ്ക്ക് കഴിഞ്ഞതായും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവിച്ചു. ഗുജറാത്തിൽ 2 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ സമാധാനപരമായി നടന്നു. വിസവ്ദർ സീറ്റിൽ ആം ആദ്മി പാർട്ടിയുടെ ഗോപാൽ ഇറ്റാലിയയും കടി മണ്ഡലത്തിൽ BJPയുടെ രാജേന്ദ്രകുമാർ ചവാഡയുമാണ് വിജയിച്ചത്. പഞ്ചാബിലെ ലുധിയാന വെസ്റ്റ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി സഞ്ജീവ് അറോറ 10,637 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. മണ്ഡലത്തിലെ MLA ഗുർപ്രീത് ബാസി ഗോഗിയുടെ മരണത്തെ തുടർന്നാണ് ലുധിയാന വെസ്റ്റ് സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 14 സ്ഥാനാർത്ഥികളായിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത്. പശ്ചിമബംഗാളിലെ കാളിഗഞ്ച് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അലിഫ അഹമ്മദ് വിജയിച്ചു. BJPയുടെ ആശിഷ് ഘോഷിനെ 50,049 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. ലോകം കാലാവസ്ഥാ വ്യതിയാനം കാരണമുള്ള പ്രതിസന്ധി നേരിടുമ്പോൾ സുസ്ഥിരത അനിവാര്യ ഘടകമായി മാറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ ദേശീയ ബിരുദദാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ശ്രീമതി ദ്രൗപദി മുർമു അഭിപ്രായപ്പെട്ടു. ICMAI was founded in 1944 for the regulation and development of the profession of cost and management accountants in the country. That makes it a witness in the saga of India's economic transformation after independence. Not only a witness, in fact, it has been a very crucial player in making the Indian economy one of the strongest in the world today. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷം നാളെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. 1925 മാർച്ച് 12 മഹാത്മാഗാന്ധി ശിവഗിരി മഠം സന്ദർശിച്ച വേളയിലാണ് ചരിത്രപരമായ സംഭാഷണം നടന്നത്. വൈക്കം സത്യാഗ്രഹം, അഹിംസ, അയിത്തം നിർത്തലാക്കൽ, അധസ്ഥിതരുടെ ഉന്നമനം എന്നീ വിഷയങ്ങളിലായിരുന്നു ഇരു നേതാക്കളും ചർച്ച നടത്തിയത്.
ഇന്ത്യയുടെ സാമൂഹികവും ധാർമ്മികവുമായ ഘടനയെ രൂപപ്പെടുത്തുന്നതിന് സഹായിച്ച ഈ മഹത് സംഭാഷണത്തിന്റെ 100ാം വാർഷികാനുസ്മരണത്തിൽ ആത്മീയ നേതാക്കളും മറ്റ് പ്രമുഖരും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 254 റൺസ് എന്ന നിലയിലാണ്. 2 വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എന്ന നിലയിലാണ് 4ാം ദിവസമായ ഇന്ന് ഇന്ത്യ കളി പുനരാരംഭിച്ചത്. 1ാം ഇന്നിംഗ്സിൽ 6 റൺസിന്റെ ലീഡാണ് ഇന്ത്യയ്ക്കുള്ളത്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏകീകൃത പെൻഷൻ പദ്ധതി പ്രകാരം ഓപ്ഷൻ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 30 വരെ നീട്ടി. നേരത്തെ ഇത് ഈ മാസം 30 വരെയായിരുന്നു. ഗുണഭോക്താക്കൾ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് തീയതി നീട്ടിയത്. നിലവിലുള്ള ജീവനക്കാർക്കും വിരമിച്ചവർക്കും ഉൾപ്പെടെ ഇത് ബാധകമാണ്. കഴിഞ്ഞ 11 വർഷങ്ങൾക്കിടെ രാജ്യത്തെ വളർച്ചയുടെ പ്രധാന ഘടകമായി സാങ്കേതിക വിദ്യ മാറിയതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 50 ബയോടെക് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് 10,000-ലധികം സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നു. പുതിയ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ ശാസ്ത്രം, ഭരണപരിഷ്കാരങ്ങൾ തുടങ്ങിയവ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്നും ശ്രീ ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. Last 11 years turned technology as the engine of India growth story. And that's there for anyone to see with evidence. Also, the last 10 years turned India into a technology leader rather than a technology follower. And thirdly, also saw India coming out with global best practices for others to follow. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇന്ന് പുലർച്ചെ ഇറാനിൽ വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഇറാനിലെ കെർമൻഷാ പ്രവിശ്യയിലെ സൈനിക അടിസ്ഥാന സൌകര്യ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയത്. ഇറാൻ ഇസ്രായേലിലേക്കും വ്യോമാക്രമണങ്ങൾ തുടരുകയാണ്. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഇന്ന് മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്തി. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ആശയം ഇറാൻ പാർലമെന്റ് അംഗീകരിച്ചതോടെ ആഗോള ഊർജ്ജ സുരക്ഷ ആശങ്കയിലാണ്. എന്നാൽ ഇതിനെ ചെറുക്കുന്നതിനായി നാവിക ഏറ്റുമുട്ടലുകൾക്കുൾപ്പെടെ അമേരിക്ക തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ആരംഭിക്കുന്ന മധ്യമേഖലാ കൌൺസിലിന്റെ 25ാമത് യോഗത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ അധ്യക്ഷത വഹിക്കും. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് കൌൺസിലിൽ ഉൾപ്പെടുന്നത്. ഈ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും 2 മുതിർന്ന മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 29 രാവിലെ 11. പരിപാടിയുടെ 123ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. തുടർന്ന് മലയാള പരിഭാഷയും കേൾക്കാം. പരിപാടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും ഈ മാസം 27 വരെ അറിയിക്കാവുന്നതാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2023 ഓഗസ്റ്റ് മുതൽ ഒരു വർഷ കാലയളവിൽ നടത്തിയ പ്രസംഗങ്ങളടങ്ങുന്ന പുസ്തകം വിങ്സ് ടു അവർ ഹോപ്സ് വാല്യം 2 രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, എൽ മുരുകൻ എന്നിവർ പങ്കെടുത്തു. ഇറാനെതിരെ വ്യോമാക്രമണം നടത്താൻ അമേരിക്ക ഇന്ത്യൻ വ്യോമമേഖല ഉപയോഗിച്ചെന്ന പ്രചാരണം തള്ളി കേന്ദ്ര സർക്കാർ. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം സ്ഥിരീകരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ എണ്ണവിലയിൽ വൻ വർധന. 5 മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ബ്രെന്റ് ക്രൂഡിന്റെ വില 2% വർദ്ധിച്ചു. ബാരലിന് $79 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. രാജ്യത്ത് മറ്റ് 4 മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 ആം ആദ്മിക്ക് വിജയം. ഓരോ സീറ്റ് വീതം നേടി BJPയും തൃണമൂൽ കോൺഗ്രസും. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷം നാളെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. മിസൈൽ ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രയേലും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനുള്ള നീക്കത്തിൽ ആശങ്കയിലായി ആഗോള ഊർജ്ജ സുരക്ഷാ മേഖല.
കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏകീകൃത പെൻഷൻ പദ്ധതി പ്രകാരം ഓപ്ഷൻ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 30 വരെ നീട്ടി. ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.